بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. നമ്മൾ അംബ്ര ഫീലിൻ്റെ ചർച്ചയിലായിരുന്നു അല്ലേ? അപ്പം അതിൽ വമിൻഹു ഐ മിനൽ അംറി, അംറിൽപ്പെട്ടതാണ് മാ ഒരു പദം, ഉഖ്തുലിഫ അഭിപ്രായ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഫി ഫിഅലിയത്തിഹി ആ പദം ഫിഅൽ ആണ് എന്ന വിഷയത്തിൽ, ഐലൻ അംർ ആണ് എന്നതിന് പുറമെ. അംർ ആണ് എന്നതിലും അഭിപ്രായ വ്യത്യാസമുണ്ട്, അംറല്ല ഫിഅലാണ് എന്നതിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ഫീലന്നല്ല എന്ന് പറയുന്ന ആളുകളുടെ അടുക്കൽ അത് അംർ എന്തായാലും ആവില്ല. അപ്പൊ രണ്ടഭിപ്രായ വ്യത്യാസമുണ്ട്. ഒന്ന്, ചിലർ പറയണത് ഇനി പറയാൻ പോകുന്ന ഹലുമ്മ എന്ന പദം അല്ലെങ്കിൽ ഹാത്തി തആൽ എന്നീ രണ്ട് പദങ്ങൾ ഉൾപ്പെടെ 3 പദങ്ങൾ ഫിഇൽ തന്നെയല്ല. മറ്റൊരു പറയും ഫീലാണ്. മറ്റൊരു അഭിപ്രായം അംബ്രു ഫീലാണ്. മറ്റൊരു പറയും അംബ്രു ഫീലല്ല, ഫീലാണ് പക്ഷെ അംബ്രു ഫീലല്ല. അങ്ങനെ അഭിപ്രായം. വഹുവ സലാസത്തു അൽഫാദിൻ, അത് 3 ലഫ്ളുകളാണ്, 3 പദങ്ങളാണ്. അൽ അവ്വലു ഒന്നാമത്തത് ഹലുമ്മ, ഹലുമ്മയാണ്. ഫഇന്നഹ ഈ ഹലുമ്മ എന്നത് ഫിഅലു അംറിൻ അംർ ഫിഅലാണ്. ഫി ലുഗത്തി ബനി തമീം, ബനി തമീമുകാരുടെ അഭിപ്രായത്തിൽ അവർ പറയുന്നത് അത് അംർ ഫിഅലാണ്. അവർ വെറുതെ പറയല്ല, യന്നഹും കാരണം അവർ യുൽഹിഖൂന അവർ ചേർക്കുന്നു, യുൽഹിഖൂന അവർ ചേർക്കുന്നു, ബിഹ അതിനോട്, അല്ലമാഇറ ലമീറുകളെ ചേർക്കുന്നുണ്ട്. അംറിനോട് ലമീറുകളെ ചേർക്കണ പോലെ തന്നെ. അതുപോലെ തേട്ടത്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്, ഒരു കൽപ്പനയുടെ മേൽ അറിയിക്കുന്നുണ്ട്, ലമീർ ചേർന്ന് വരുന്നുണ്ട്, ഇവർ ചേർക്കുന്നുണ്ട്. അപ്പോൾ പറയും ഹലുമ്മ എന്നത് അംറിൻ്റെ സ്വഭാവം കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് അംർ ഫീലാണ്. ആണോ? ബിഹസബി മൻ ഹിയ മുസ്നദത്തുൻ ഇലൈഹി, ബിഹസബി മൻ ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ, ഹിയ മുസ്നദത്തുൻ അത് ആ പദം ചേർക്കപ്പെട്ടിരിക്കുന്നു, ഇലഹിയ ഒന്നിലേക്ക്, അതായത് ഒരു ഫായിലിൻ്റെ അടിസ്ഥാനത്തിൽ, കർത്താവിനെ അടിസ്ഥാനപ്പെടുത്തി സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട്, സബ്ജക്റ്റിലേക്കാണല്ലോ ഫീല് ചേർക്കപ്പെടുക, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ലമീറുകളിലേക്ക്, ലമീറിനോട്, ലമീറിനെ എന്ത് ചെയ്യും, ഈ ഫീലുകളോട് ചേർക്കും. നെഹു ഏതുപോലെ, നെഹു ഹലുമ്മ യാ സൈദു, ഹലുമ്മ യാ സൈദു. ഇനി ഹലുമ്മി യാ ഹിന്ദു ഉണ്ടോ? അവിടെ ലമീറിൻ്റെ മുഖാത്തബത്തിൻ്റെ യായി ചേർന്ന് വന്നു. വഹലുമ്മു യാ സൈദൂന ജംഇൻ്റെ വാവ് ചേർന്ന് വന്നു. വഹൽമുംന യാ ഹിന്ദാത്തു ജമ മുഅന്നസിൻ്റെ നൂന് ചേർന്ന് വന്നു. ലമീറുകളൊക്കെ, അപ്പോൾ ഈ ലമീറുകളൊക്കെ ചേർക്കപ്പെട്ടതിനെ അടിസ്ഥാനപ്പെടുത്തി, ഫായിലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചേർന്ന് വരുന്നുണ്ട്. അതുപോലെ തേട്ടത്തിൻ്റെ മേൽ അറിയിക്കുന്നുമുണ്ട്. അതുകൊണ്ട് അംർ ഫീലാണ് എന്നാണ് ബനു തമീമുകാർ പറയുന്നത്. വ അമ്മാ ഇൻദ അഹ്ലിൽ ഹിജാസി, ഏത് അംർ മബ്നിയാണല്ലോ. അംറിന് 3 അവസ്ഥ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ലേ. അംറിന് 3 അവസ്ഥ വരും. ഒന്ന് സുക്കൂൻ്റെ മേൽ മബിനി,
മറ്റൊന്ന് അവസാനത്തെ മുഴത്തല്ലാണെങ്കിൽ അവസാനം കളയിലിൻ്റെ മേൽ മബിനി. പിന്നെ ഈ മുഖാത്തബത്തിൻ്റെയും തസ്നിയൻ്റെയും ജമ്മിൻ്റെയും കൂടെ ഒക്കെ ചേർന്ന് വരുമ്പോൾ എന്ത് ചെയ്യും? നൂന്നെ കളയിൽ കൊണ്ട് മബിനി. അതാണ് ഇവിടെ വരിക. ഹലുമ്മ എന്നുള്ളടത്ത് ഫത്ഹിൻ്റെ മേൽ മബിനി വരും. ഹലുമ്മ അത് അമ്രിൽ പെട്ടതല്ല. ഏത്? ഫത്ഹിൻ്റെ മേൽ മബിനിയാകുക എന്നുള്ള അമ്രിൻ്റെ പ്രത്യേകത അല്ല. എന്നാലും ഇത് അമ്രിലേക്ക് പെടുത്തുകയാണല്ലോ. അമ്രിൽ ഉണ്ടാകുന്ന പ്രത്യേകതകൾ ഉണ്ടാവുകൊണ്ട് അതിൽ പെടുത്തുകയാണല്ലോ. അപ്പോൾ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റോട് കൂടെയാണ് പെടുത്തുന്നത് അവരും. അമ്രിൻ്റെ മുഴുവൻ സ്വഭാവമൊന്നുമില്ല. കാരണം അമ്ര ഹാദർ ഏതെന്നാ ഉണ്ടാക്കുക? മുലാരിന്ന് ഉണ്ടാക്കുക. ഈ ഹലുമ്മ എന്നുള്ളതിന് അമ്ര ഹാദർ ഇല്ല. മുലാരി ഇല്ല. മുലാരി എന്നാണല്ലോ അമ്ര ഹാദർ ഉണ്ടാക്കുക. മുലാറത്തിൻ്റെ അക്ഷരം കളയും. എന്നിട്ട് സുക്കൂനാണെങ്കിൽ തുടക്കത്തിലൊരു അലിഫ് കൊടുക്കും. സുക്കൂനല്ല എങ്കിൽ ഇപ്പോൾ വസന യസിനു എന്നിടത്ത് യസിനു എന്നുള്ളത് യാ കളയുമ്പോൾ സുക്കൂനല്ല. അപ്പോൾ അതിൻ്റെ അമ്ര സിൻ ആണ്. ഖാല യഖൂലു, കുൽ നബിയെ നിങ്ങൾ പറയുക എന്നുള്ള കുൽ എന്നതിൻ്റെ യഖൂലു എന്നാണ് അതിൻ്റെ മുലാരി. അപ്പോൾ അതിൻ്റെ യാ കളഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മുലാറത്തിൻ്റെ അക്ഷരം കളഞ്ഞപ്പോൾ കുൽ എന്നായി മാറി. കൂൽ എന്നാവും. അത് എന്താണ്? വാവ് രണ്ട് സുക്കൂൻ അടുപ്പിച്ച് വന്നപ്പോൾ ലൈഫായ ഇല്ലത്തിൻ്റെ ലെറ്റർ വാവിനെ കളഞ്ഞിട്ട് കുൽ എന്നായതാണ്. കുൽ ഹു അല്ലാഹു അഹദ് എന്നൊക്കെ പറയുന്നിടത്തുള്ള കുൽ. ഇനി ലറബ യദ്രിബു, തദ്രിബു, അതിന് മുലാറത്തിൻ്റെ അക്ഷരം കളഞ്ഞാൽ സുക്കൂനായതുകൊണ്ട് തുടക്കത്തിൽ എന്ത് ചെയ്തു? കെസർ വെക്കപ്പെട്ട ഒരു അലിഫ് ഇദ്രിബ്, അങ്ങനെ അമ്ര കൊടുത്തു. ശരിക്കും അമ്ര ഹാദർ ഉണ്ടാക്കുന്നത് മുലാരി എന്നാണ്. അപ്പോൾ ഇതിന് മുലാരി ഇല്ല, അതെല്ലാവരും സമ്മതിക്കണാണ്. ഹലുമ്മ എന്നുള്ളതിന് എന്തില്ല? മുലാരി ഇല്ല. അപ്പോൾ ഇതിനെന്ത് ചെയ്താണ്? അമ്രിൻ്റെ ഒരു സ്വഭാവം കാണിക്കുന്നത് കൊണ്ട് ഇതിൽ പെടുത്തുകയാണ്, അമ്രിൽ പെടുത്തുകയാണ്. അപ്പോൾ പിന്നെ അമ്രിൻ്റെ എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അഹ്ലുൽ ഹിജാസുകാരുടെ അടുക്കൽ ഫഹിയസ്മു ഫിഇലിൻ, അത് ഇസ്മു ഫിഇലാണ്. എന്താ ഒരു ഇസ്മു ഫിഇല എന്ന് പറയാൻ കാരണം? ലിലുസൂമിഹ, ഈ ഹലുമ്മ എന്ന പദം നിർബന്ധമാക്കിയതിന് വേണ്ടി ഇൻദഹും അവരുടെ അടുക്കൽ ത്വരീഖത്തൻ വാഹിദത്തൻ, ഒറ്റ മാർഗം, ഒരേപോലെ വരുന്നത്. ഏത് ഘട്ടമാകുമ്പോഴും ഒരേപോലെയാണ്. ഫായിലിനി ഒരാളാവട്ടെ, ഒരു പെണ്ണാവട്ടെ, രണ്ടാളാവട്ടെ, രണ്ടിൽ കൂടുതൽ ആളുകളാവട്ടെ, ഒരേ രൂപത്തിലാണ് വരുന്നത്. അതുകൊണ്ട് ഇത് ഇസ്മ ഫിഇലാണ് എന്നാണ് അവരെന്ത് ചെയ്യുന്നത്? പറയുന്നത്. അഹ്ലുൽ ഹിജാസുകാർ പറയുന്നത്. അപ്പോൾ അത് അവരെ ഒന്നുകൂടി സ്ട്രോങ് ആക്കിയിട്ട് പറയണം. വബി ലുഗത്തിഹിം, അഹ്ലു ഹിജാസുകാരുടെ അഭിപ്രായമനുസരിച്ച്, അവരുടെ നിയമമനുസരിച്ച് ജാഅത്ത് തൻസീലു, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. ഖൗലിഹി തആല, അല്ലാഹുവിൻ്റെ വാക്ക് പോലെ, ഖുൽ ഹലുമ്മ ശുഹദാഅക്കും, ഹലുമ്മ ശുഹദാഅക്കും, അതിൻ്റെ അർത്ഥം അഹ്ലിറൂ എന്നാണ്, ജമ്മാണ്. അഹ്ലിറൂ, അവരെ നിങ്ങളെല്ലാവരും കൊണ്ടുവരൂ എന്നാണ്. നിങ്ങളെല്ലാവരും കൊണ്ടുവരൂ. അപ്പോൾ ശരിക്കും അവിടെ ബനൂ തമീമുകാരുടെ അഭിപ്രായ പ്രകാരം ആണ് എങ്കിൽ അവിടെ ഹലുമ്മൂ ശുഹദാഅക്കും എന്ന് പറയേണ്ടിയിരുന്നു. ഒരു കൂട്ടം ആളുകളോടാണ് പറയുന്നതെങ്കിൽ ഹലുമ്മൂ ശുഹദാഅക്കും എന്ന് പറയേണ്ടിയിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ ഇത് ഇസ്മു ഫീലാണ്. അതുപോലെ മറ്റൊരു വാക്ക് ഖൗലിഹി തആല വൽ ഖായിലീന ലി ഇഖ്വാനിഹിം ഹലുമ്മ ഇലൈന, അവിടെ ഐ ഇഅ്തു, ഐ ഇഅ്തു ഇലൈന, അവിടെയും ജമ്മാണ്. നിങ്ങൾ ഞങ്ങളിലേക്ക് വരൂ എന്ന്. നിങ്ങൾ വരൂ എന്ന് പറയുമ്പോൾ കുറേ പേരുണ്ട്. ആ സമയത്തും ബനൂ തമീമുകാരുടെ അഭിപ്രായ പ്രകാരമാണെങ്കിൽ അവിടെ ഹലുമ്മൂ ഇലൈന എന്നാ പറയേണ്ടത്. പക്ഷേ ഈ ഹലുമ്മ എന്നത് ഒരേ രൂപത്തിലാണ് വരുന്നത്. അതുകൊണ്ട് അത് ഇസ്മു ഫീലാണ്. അപ്പോൾ ഈ പ്രയോഗങ്ങൾ, ഖുർആനിലെ ഈ രണ്ട് പ്രയോഗങ്ങൾ അഹ്ലുൽ ഹിജാസുകാരുടെ അഭിപ്രായത്തിനെ ബലപ്പെടുത്തുന്നതാണ്, സപ്പോർട്ട് ചെയ്യുന്നതാണ്.
ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇവരെന്തായിരിക്കും ഉസ്താദ് ഇത് പറയാൻ കാരണം? അമ്രാന്ന് അവര് അമ്ര എന്ന് പറയാൻ കാരണം മുഖാത്തബത്തിന്റെ ലമീറിലേക്കൊക്കെ ഓല് ചേർക്കുന്നുണ്ട്, തേട്ടത്തിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. ഹലുമീ എന്ന് പറയുന്നുണ്ടല്ലോ അവര്, അത് അവര് ചേർക്കുക. അല്ല, അലുമി ഓലിങ്ങനെ പറയുന്നല്ല. അല്ല, അപ്പൊ അത് അവര് പറയും അങ്ങനെയും ഉപയോഗം ഉണ്ട് പറയും. അവരടുത്ത് മറുപടി ഉണ്ടേ, അങ്ങനെയുണ്ട് ഉപയോഗം, പക്ഷെ ഇങ്ങനെയും വരും. ഇങ്ങനെ വരുന്നതിന് എന്താ തടസ്സം ചോദിക്കൂലേ? അവര് വെറുതെ ഖുർആൻ വിശ്വസിക്കാത്ത ആളുകളായതുകൊണ്ടല്ല അവര്. ഈ ബനു തമീമുകാരും പറയുന്ന അവരെന്ത് ചെയ്യും? അതെ, പക്ഷെ ഇല്ലല്ല, ഖുർആനിൽ നിന്നിപ്പോ ഈ ഒരു പ്രയോഗത്തെ ബേസ് ചെയ്തിട്ട് അവര് അതിപ്പോ ഏതിനെ സപ്പോർട്ട് ചെയ്യുന്ന അതിന് ഇതിനെയാണ്, ഈ അഭിപ്രായമാണ് പ്രബലമായിട്ട് വരുന്നത്. അപ്പോൾ അവര് പറയും ഹലുമ്മ യാ സൈദു എന്ന് പറയുന്ന സ്ഥലത്ത് ഇനി പെണ്ണാണെങ്കിൽ ഞങ്ങൾ ഹലുമ്മീന്ന് ചേർക്കുന്നുണ്ട്, അതിനൊരു കുഴപ്പവും ഞങ്ങൾ കാണുന്നില്ല. ബനുത്തമിമാരോട് ഓരോ ഭാഷാ പ്രയോഗങ്ങൾ വെറൈറ്റികളാണ്, ഓരോരുത്തരുടെ. അതെ. പിന്നെ അവര് അറബി കവിതകളിലും അറബി ഭാഷകളിലും മുൻഗാമികളുടെ അവിടെയൊക്കെ അവരത് ഉദ്ധരിക്കുന്നുണ്ടാവും. അവരും വെറുതെ ഒരു അടിസ്ഥാനരഹിതമായിട്ട് പറയല്ല. പിന്നെ പരിശുദ്ധ ഖുർആനില് പല തരത്തിലുള്ള പ്രയോഗങ്ങളും ഉണ്ടാവാറുണ്ട്. ഏറ്റവും എന്താ പറയാ, എല്ലാ ഭാഷക്കാരെയും പരിഗണിച്ചുകൊണ്ട് പ്രയോഗിക്കാറുണ്ട്. ഖുർആനിൻ്റെ ചില പ്രയോഗങ്ങളിൽ അങ്ങനെ കാണാം. അതുകൊണ്ട് എഴുത്തിലും ചിലപ്പോൾ വായനയിലും ഒക്കെ അങ്ങനെ ചില വ്യത്യാസങ്ങൾ വരുന്നത് അതുകൊണ്ടാണ്. 7 തരത്തിൽ ഖിറാഅത്ത് വന്നത് അതുകൊണ്ടാണ്. എല്ലാവർക്കും പരിഗണനീയമായ രൂപത്തിൽ വരുന്ന ഒന്നാണ്, ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. പിന്നെ പോലെ അങ്ങനെയും പറയും. ഏഴും അംഗീകരിക്കും, എല്ലാവരും അംഗീകരിക്കും. പക്ഷെ ഓത്ത്, നമ്മുടെ ഓത്ത് ഹഫ്സ് റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്ത് അനുസരിച്ച് നാഫി റളിയല്ലാഹു അൻഹുവിന്റെ ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്താണ്. ആസിം റളിയല്ലാഹു അൻഹുവിന് തന്നെ ഈ ഹഫ്സ് റളിയല്ലാഹു അൻഹു അല്ലാത്ത വേറെയും റിവായത്തുകളിലുണ്ട്. അതിലും വ്യത്യാസമുണ്ട്, ഓത്ത് വ്യത്യാസമുണ്ട്. എല്ലാം വ്യത്യാസമുണ്ട് എന്നല്ല, ചില സ്ഥലങ്ങളിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. മലിക്കിയ ഉമ്മിദ്ദീൻ ചില ഖിറാഅത്തിൽ കാണാം, മാലിക്കിയ ഉമ്മിദ്ദീൻ നമ്മുടെ ഖിറാഅത്തിൽ. ഇൽഹംദുലില്ലാഹ് അല്ല, രണ്ടിനും ഓതാൻ പറ്റുന്ന രൂപത്തിലാണ് എഴുതുക. എഴുത്ത് വ്യത്യാസമല്ല അവരുടെ. അലിഫ് അവിടെ യെസ്, നമ്മൾ ചെറിയ അലിഫ് ഇടും. അതായത് എഴുത്ത്, ഖുർആനിന്റെ ലിപിയിൽ എഴുത്തിൽ എന്തില്ല, വ്യത്യാസമല്ല, ഓത്തിൽ ഉച്ചാരണത്തിൽ വ്യത്യാസം വരും. അത് ആ റിവായത്തുകൊണ്ട് അങ്ങനെയുണ്ട്, അങ്ങനെ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പരിശുദ്ധ ഖുർആനിനനുസരിച്ച് ഉപരി തെളിവ് പറയുമ്പോഴും ഖുർആനിൽ വേറെയും ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടല്ലോ, അവരടുത്തും ന്യായം ഉണ്ടാവും. മലിക്കിയ ഉമിദ്ദീന് നമ്മുടെ ഖിറാഅത്ത് അനുസരിച്ച് അത് ശരിയല്ല. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരാളെ സ്വീകരിക്കണം. അതെ, നമ്മളിപ്പോൾ ആ മതബിലും ഇതുണ്ട് ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടും ചെയ്യാൻ പാടില്ല. അത് മദ്ഹബിലാവുമ്പോൾ ഹറാമാണത്. ഹനഫി മദ്ഹബ് ഒരു വിഷയത്തിന് എടുക്കുക, ഒരു വിഷയത്തിന് പറഞ്ഞാൽ നിസ്കാരത്തിൽ വുളൂവിന് ഹനഫി മദ്ഹബ് എടുക്കുക, നിസ്കാരത്തിൽ ഷാഫി മദ്ഹബ് എടുക്കുക, അത് പറ്റില്ല. ഒരു ഇബാദത്തിൽ അത് അളവ് തേടി ഇറക്കുകയാണത്. അത് അവിടുത്തെ അളവുകൾ പരമാവധി എടുക്കുക, ഇവിടുത്തെ ശരിക്കും അങ്ങനെയല്ല എടുക്കണ്ടേ. 2 മദ്ഹബും എടുക്കുകയാണെങ്കിൽ തന്നെ സൂക്ഷ്മത പാലിക്കുക വേണ്ടേ.
അതല്ല ചെയ്യേണ്ടത്. ശരിക്ക് ചെയ്യേണ്ടത് സൂക്ഷ്മത കാണിക്കുകയാണ് വേണ്ടത്. ഇവിടെ ഇത് എന്താ വെച്ചാൽ അവിടുന്ന് എന്തെങ്കിലും ഇളവുണ്ടോ, ആനുകൂല്യം ഉണ്ടോ, അത് കൊടുക്കുക. ഇവിടുന്ന് എന്തെങ്കിലും ആനുകൂല്യം ഉണ്ടോ, അത് കൊടുക്കുക. ഇപ്പോൾ ഷാഫി മതം അനുസരിച്ചിട്ട് തലയുടെ നാലിലൊരു ഭാഗം തടവിയാൽ മതി. ഹനഫി മതബിൽ തല മുഴുവൻ തടവണം എന്നാണ്. പക്ഷെ ഷാഫി മതബിലും തല മുഴുവൻ തടവൽ ശക്തമായ സുന്നത്താണ്. അപ്പൊ ഷാഫി മതബിൽ അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഏത്? തല മുഴുവൻ തടവുക എന്നുള്ളത്. അതെടുക്കൂല, അത് ഇതിന്ന് ഇളവെടുക്കും. അതാ പറഞ്ഞ അങ്ങ ഏത് ഉതുമുറിയുന്ന അതുണ്ട്. അത് ഷാഫി മതബിൽ തന്നെ ഒരു അഭിപ്രായമുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയി തൊട്ടാലാണ് മുറിയ, ഇങ്ങോട്ട് വന്ന് തൊട്ടാലെന്തില്ല, ഒരു ഉദു മുറിയുന്നിടത്ത് ചെറിയൊരു അഭിപ്രായമുണ്ട്. അത് പിടിച്ചാൽ മതി. നമ്മൾ അതിന് മദ്ഹബ് മാറണമെന്നില്ല. അതിനുദ്ദേശിച്ചുകൊണ്ട് മദ്ഹബ് മാറണം. ഏത് ഉദു ആണെങ്കിലും ഉദു മുറിഞ്ഞ തന്നെയല്ലേ. അതല്ല, ഇത് ഈ ഉദു മുറിഞ്ഞ വിഷയത്തിൽ എന്താ വെച്ചാല്, ഈ ഹനഫി ചില ഹംബലി മദ്ഹബില് എന്താണ്, തൊടുന്നതിൽ ഉദു മുറിയില്ല എന്നൊരു അഭിപ്രായം. ആ അഭിപ്രായം സ്വീകരിച്ചിട്ട് ആ മദ്ഹബ് സ്വീകരിക്കണം എന്നില്ല. നമ്മുടെ മദ്ഹബിലും നമ്മൾ അങ്ങോട്ട് പോയി തൊട്ടാലാണ് മുറിയുക, ഇങ്ങോട്ട് അറിയാതെ വന്ന് തട്ടി എന്നതുകൊണ്ട് ഉദു മുറിയില്ല എന്നൊരു അഭിപ്രായം ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ മസാലക്ക് വേണ്ടി മാത്രം മദ്ഹബ് സ്വീകരിക്കണം എന്നില്ല. തിരക്കുള്ള സമയത്ത് അന്ന് തൊട്ടോളിയും പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുക്കൊന്നും വേണ്ട. നിങ്ങൾ തൊട്ടാൽ എൻ്റെ ഒന്നും മുറിയില്ല എന്ന് പറഞ്ഞിട്ട് തൊട്ടോ എന്ന് അപ്പോൾ പിന്നെ അത് എൻ്റെ പ്രവർത്തനം തന്നെയാണത്. പരമാവധി അത് ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നിൽക്കുക എന്നർത്ഥം. ഇല്ലല്ല, അത് വേറെ. അത് തൊലി തമ്മിൽ ചേരുന്നില്ലല്ലോ. തൊലി തൊടണം. നഖം തൊട്ടാൽ മുറിയില്ല, പല്ല് തൊട്ടാൽ മുറിയില്ല, രോമം തൊട്ടാൽ മുറിയില്ല, മുടി തൊട്ടാൽ മുറിയില്ല, ഒന്നും മുറിയില്ല. പക്ഷെ അതൊക്കെ തൊട്ടാൽ ഉളുടുക്കൽ സുന്നത്താണ്. ഉളു മുറിയുന്ന കേസല്ല. ഇല്ല ഇല്ല, മുറിയില്ല. അത് മുറിയില്ല. അത് മറയോടുകൂടെ തൊട്ടാൽ എന്തായാലും മുറിയില്ല. ഞാൻ അതിന് മറല്ലാതെ മുടി തൊട്ടാൽ മുറിയില്ല എന്ന് പറയുന്നത്. മറല്ലാതെ ഒരു പെണ്ണിന്റെ നഖത്ത് തൊട്ടു, മുടിയിൽ തൊട്ടു, പല്ലിൽ തൊട്ടു, മുറിയില്ല. അവിടെ ഇപ്പൊ എന്റെ നഖണ്ട് കാണിച്ചാൽ ഞാൻ തൊട്ടോക്കട്ടെ, ഉതു മുറിയോ നോക്കട്ടെ, അങ്ങനെ ചോദിക്കണ്ട. അത് മറ്റേത് മറയല്ലേ, തൊലി തമ്മിൽ ചേരുക എന്നുള്ളതാണ്. അതിനൊരു ആകർഷണീയത ഉണ്ട്. അങ്ങനെ തൊലി തമ്മിൽ ചേരുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയാ, വേറൊരു ചിന്തയും വേറൊരു ഇതും വരും. അതുകൊണ്ടാണ്. മറയോടുകൂടെ ആകുമ്പോൾ ആ പ്രശ്നമല്ല. എല്ലാവരോടും പറഞ്ഞാൽ സ്ത്രീകളോടോ? ആ അല്ല, അത് അത് സലാം പറയാൻ പറ്റൂല എന്നുള്ള നിലക്കല്ല, അത് വേറെ ചില കാരണങ്ങളെ കൊണ്ടാണ്. ഇപ്പോൾ ഒരു പെണ്ണൊറ്റക്ക് വരുന്നുണ്ട്, നമ്മൾ ഒറ്റക്കാണ്, അപ്പൊ സലാം പറയാൻ പാടില്ല. ഒരു കൂട്ടം പെണ്ണുങ്ങളുണ്ട്, അപ്പൊ നമുക്ക് സലാം പറയാൻ കുഴപ്പമില്ല. പിന്നെ ഈ വിദേഹത്തുകാരനാണ്, അല്ലെങ്കിൽ ഒരു ഫാസിക്കാണ്, അപ്പോൾ ഉസ്താദുമാരാകുന്ന ജനങ്ങൾ കണ്ടാൽ പിന്തുടരുന്ന ആളുകൾ അവരോട് പോയിട്ട് സലാം പറയലും അവരെ എന്താ പറയുക, അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കലും പാടില്ല. കാരണം അത് ജനങ്ങൾ വഴി പിഴക്കാൻ കാരണമാവും. അത് വേറെ നിലക്കാണ്, അല്ലാതെ സലാം പറയേണ്ടെന്ന നിലക്കല്ല. അതൊന്ന് വേറെ ചില കാരണങ്ങളെ കൊണ്ട് ഹറാമായി വരുന്നതാണത്.
ഒരു ഒരുമിച്ച് ഒറ്റക്കൊന്നും ആവൂലല്ലോ, കൂട്ടത്തിലൊക്കെ ആവൂലേ. ആ, അത് കുഴപ്പമൊന്നുമില്ല. സലാം അടക്കം. അത് കച്ചവടത്തിന്റെ ഒരു ട്രിക്കാണ്. കച്ചവടത്തിന്റെ ഒരു ട്രിക്കാണത്. കച്ചവടക്കാര് പറയണത് ഉം, അത് മസാല അനുസരിച്ച് എന്താണ് ഈ സ്ത്രീകളുടെ ഇപ്പോ ഒരു ഏകദേശം ഒരു എന്താ പറയുക, കണ്ടാലൊരു താല്പര്യം തോന്നുന്ന സ്ത്രീകളോട്, ഒരു സ്ത്രീയോട് എന്ത് ചെയ്യാൻ പാടില്ല, സലാം പറയാൻ പാടില്ല എന്ന് തന്നെയാണ്. സുന്നത്തില്ല. സലാം പറയൽ നമ്മൾ സുന്നത്തായ കൂലി കിട്ടാനാണ് ചെയ്യുന്നത്. സുന്നത്തായ കൂലി കിട്ടാനാണ് കാര്യം ചെയ്യുന്നത്. അല്ലാതെ ഒരു വാക്കണ്ട് പറയാന്നുള്ള നിലക്കല്ലല്ലോ. നമ്മളിപ്പോൾ നമ്മുടെ വാക്കുകളും ചിന്തകളും പ്രവർത്തനങ്ങളും ഒക്കെ കൂലി കിട്ടുക എന്നുള്ള നിലക്കാണ്. കൂലി കിട്ടുന്ന രൂപത്തിലില്ല എന്നർത്ഥം. പിന്നെ ഓരോ മസ്ലഹത്ത് അനുസരിച്ച് മാറ്റം വരും. ഇപ്പോൾ ഓരോ നാട്ടിലങ്ങനെ ഓൽക്കിപ്പോൾ ഷാഫി ഇമാമോ അല്ലെങ്കിൽ ഓൽക്കിപ്പോൾ ഇബ്നു ഹജർ തങ്ങളോ നബി ഇമാമോ ഒന്നും ഓൽക്കൊരു വിഷയം തന്നെ ആവില്ല. അവർ സലാം അടക്കിയിട്ടില്ല, സലാം അടക്കണില്ല എന്നുള്ള വിഷയമായിരിക്കും ഓൽക്ക് മെയിനായിട്ടുണ്ടാകുക. അപ്പോൾ പിന്നെ മസ്ലഹത്ത് അനുസരിച്ച് പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സലാം അടക്കി ആ പ്രശ്നം തീരും. അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ മടക്കാം. അതൊക്കെ ഓരോ ഇതനുസരിച്ചാണ്. അപ്പം നമ്മുടെ ആ അതെ, അത് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിൽ അത് വേറെ അതൊക്കെ അതാണ്. മതപരമായ വിധികൾ വരുന്ന സമയത്ത് ചില വ്യത്യാസങ്ങളും ചില സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. അത് എന്തല്ല, മതത്തിനുള്ള പോരായ്മ കൊണ്ടല്ല, മതത്തിന്റെ പൂർണ്ണത കൊണ്ടാണത്. എല്ലാവരെയും ഉൾക്കൊള്ളുക, എല്ലാവരെയും പരിഗണിക്കുക എന്ന നിലക്കുള്ള വ്യത്യാസങ്ങളാണ്. വിദേഹത്തുകാരോട് സാധാരണക്കാര സാധാരണക്കാരായ ആളുകൾ വിദേഹത്തുകാരോട് സലാം പറയൽ കറാഹത്താണ്. പണ്ഡിതന്മാരായ ജനങ്ങൾ മാതൃകയാക്കാൻ വേണ്ടി ഏഹ്, ഉള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, പള്ളി കമ്മിറ്റി പ്രസിഡന്റ്, പള്ളിക്കാർ, വലിയ വലിയ സ്ഥാനത്തുള്ള അവർ സലാം പറയൽ ഹറാമുമാണ്. അത് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇപ്പം ഞാനിപ്പോൾ ഒരു മുജാഹിദായ ഒരാളോട് സലാം പറഞ്ഞാൽ ആളുകൾ എന്താ ആ ഒരു കുഴപ്പമൊന്നുമില്ല, ഒരു ഉസ്താദ് സലാം പറയുന്നുണ്ട് അപ്പം നമുക്കും പറയാം. ഉസ്താദ് പോലെ കല്യാണത്തിന് പോകുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, അപ്പം നമുക്കും കഴിക്കാം. അപ്പോൾ ബിദ്അത്ത് നിസ്സാരവൽക്കരിക്കപ്പെടും. നമ്മളെന്തിനാ ബിദ്അത്തുകാരോട് സലാം പറയാതിരിക്കുന്നത്? അവർ ചിന്തിച്ചിട്ട് എനിക്കെന്തോ കുഴപ്പമുണ്ടായത് കൊണ്ടല്ലേ ഇവർ സലാം പറയാത്തത്, ഞാൻ കല്യാണത്തിന് ക്ഷണിച്ചാൽ എൻ്റെ ക്ഷണം സ്വീകരിക്കാത്തത് എന്തോ കുഴപ്പമുണ്ടായത് കൊണ്ടല്ലേ, ആ കുഴപ്പം ഞാൻ മാറ്റേണ്ടതല്ലേ എന്നും ചിന്തിച്ച് സുന്നത്ത് ജമാഅത്തിലേക്കും ശരിയായ വിശ്വാസത്തിലേക്കും കടന്നു വരാൻ അവരെ പ്രേരിപ്പിക്കാനാണ് നമ്മൾ വിട്ടുനിൽക്കുന്നത്. നമ്മൾ വിട്ടുനിൽക്കുന്നത് അതിനാണ്, അവരെ പ്രേരിപ്പിക്കാൻ, അവരെ നല്ല നിലക്ക് നടക്കാൻ വേണ്ടി, എത്താൻ വേണ്ടി പ്രേരിപ്പിക്കാനാണ്. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും അവർക്ക് നമ്മൾ ഒരുക്കി കൊടുക്കണം. അപ്പോൾ നേരെ മറിച്ച് നമ്മളിപ്പോൾ ഓരോ വീട്ടിലേക്ക് ഒരു കല്യാണത്തിന് വിളിക്കുമ്പോൾ പോവുക, അവർക്ക് നമ്മൾ മകളെ കെട്ടിച്ചു കൊടുക്കുക, ഇനി ആ കുടുംബത്തിൽ നിന്ന് ഒരു മകളെ കെട്ടുക, അങ്ങനത്തെ ഒക്കെ കാര്യം ചെയ്യുന്ന സമയത്ത് ഇത് പൊതു സമൂഹം വിലയിരുത്തൽ എന്താ? ആ ഉസ്താദ് ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പം നമുക്കും ചെയ്യാം. ഓലിപ്പോൾ അത് കുത്തുബേത്ത് നടത്തുന്നില്ല, അല്ലെങ്കിൽ ഓല് ഖബർ സിയാറത്ത് മക്കാമൂലൊന്നും പോകുന്നില്ല, അതൊന്നും പ്രശ്നമില്ലാത്തതുകൊണ്ടല്ലേ ഉസ്താദ് ഇപ്പോൾ ഓരോട് ബന്ധം സ്ഥാപിച്ചത്, അതുകൊണ്ട് നമുക്കിപ്പോൾ അങ്ങനെ അയച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഇവരാളുകൾ നാശാകാനുള്ള കാരണമാകും. അപ്പോൾ പിന്നെ അത് ഇല്ലാതിരിക്കാനാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർക്ക് പിന്തുടരുന്ന ജനങ്ങൾ പിന്തുടരുന്ന സമൂഹത്തിലെ ഉന്നത ആളുകൾക്ക് അവരോട് ബന്ധം സ്ഥാപിക്കൽ ഹറാമും അല്ലാത്ത സാധാരണക്കാരായ ആളുകൾക്ക് കറാഹത്തുമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അല്ല, അവർക്ക് എന്തായിട്ടല്ല, അവരോട് നമ്മളൊരു വൈരാഗ്യം ഉണ്ടായത് കൊണ്ടല്ല, അവരെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ചിലപ്പോൾ അല്ലേ,
നമ്മളിപ്പോൾ ഹറാമായ ഒരു പെണ്ണിനോട് കാണൽ ഹറാമായ, അല്ലെങ്കിൽ സംസാരിക്കൽ ഹറാമായ, ഒറ്റപ്പെടൽ ഹറാമായ, ഇപ്പോൾ അന്യ സ്ത്രീ നമ്മളൊരു സ്ഥലത്ത് ഒറ്റപ്പെടൽ ഹറാമാണ്. അപ്പോൾ അതിന് നമ്മൾ ദേഷ്യം കാണിക്കണ, ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇറങ്ങിപ്പോവണ്ണേ എന്ന് പറഞ്ഞു, ആ പെണ്ണോട് ദേഷ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ആ പെണ്ണ് നമ്മളോട് പറഞ്ഞു അങ്ങനെ, അത് 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 നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് അള്ളാഹു അനുവദിക്കാത്തൊരു കാര്യമാണ്. അള്ളാഹു അനുവദിക്കാത്തൊരു കാര്യം. ഇതിൽ വേറെ വല്ല അപകടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതെന്ന് ദേഷ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മളെ പരിഗണിക്കണത്. നമുക്ക് ഫിഖിൻ്റെ ക്ലാസ്സിൽ കുറച്ച് കൂടുതൽ പറയാം. തെർക്കുൽ മുവാലാത്ത് പറഞ്ഞിട്ടൊരു വലിയ വിഷയമുണ്ട് അവിടെ. അല്ലാതെ നമ്മൾ നമ്മുടെ പ്രവർത്തനം കൊണ്ട് മുജാഹിദുകളെയും ജമാഅത്തുകാരെയും ഈ തെറ്റായ ആശയമുള്ള ആളുകളെയും മുസ്ലിമീങ്ങളെയും ഒക്കെ നമ്മുടെ ആശയത്തിലേക്കും നമ്മുടെ ചിന്തകളിലേക്കും നല്ല വഴിയിലേക്കും അടുപ്പിക്കുക, ഹിദായത്ത് നൽകുക, പിടിച്ചു നിർത്തുക എന്നുള്ള പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോന്നിനും ഓരോ സ്ട്രാറ്റജി ഉണ്ട്. എല്ലാവരോടും ഒരേ രൂപത്തിൽ പെരുമാറാൻ കഴിയില്ല. എല്ലാവരോടും ഒരേ സമീപനം അത് നമുക്ക് ആർക്ക് കഴിയും? റോബോട്ടുകൾക്ക് കഴിയും. AI ഒരു പ്രോഗ്രാം ചെയ്തു കൊടുത്താൽ ആ പ്രോഗ്രാം അനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചായയും കാപ്പിയൊക്കെ കിട്ടുന്ന മെഷീനുകളില്ലേ, ഒരു സ്വിച്ച് ഞെക്കിയ ചായ വരും. അത് ആര് ഞെക്കിയാലും ചായ വരിക. അത് നമ്മൾ ഒരു ഗ്ലാസ്സിലാവട്ടെ ഒരു പാത്രത്തിലാവട്ടെ, ഈ വലിയൊരു അണ്ടാവ് കൊണ്ടുപോയി വെച്ചാലും ഒരു വട്ടം ഞെക്കിയാൽ ഒരു ഗ്ലാസിൻ്റെ അളവിനുള്ളതേ വരൂ. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരാൾ ഉപദേശം സ്വീകരിക്കാൻ വരുമ്പോൾ, ഒരാളൊരു ഹജ്ജിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വരുമ്പോൾ ഓനക്ക് ഇഹ്റാം മാത്രം പഠിപ്പിച്ചു കൊടുത്താൽ പോരാ. അത് നമ്മൾ മനുഷ്യന്മാരെ ബുദ്ധിയുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും ഓൻ എന്തിനാ വന്നിരിക്കുന്നത്. അതുപോലെ നിസ്കാരത്തെക്കുറിച്ച് പഠിക്കാൻ വന്ന ആൾക്ക് നജസ് കഴുകുന്ന രൂപം പഠിപ്പിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. അത് യന്ത്രങ്ങൾക്കുള്ള പണിയാണ്. യന്ത്രത്തിന് അത് പറ്റും. മനുഷ്യന്മാർക്ക് എന്താ പറയുക, ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ സാധിക്കും. അപ്പോൾ ഒരു ക്ലാസ്സിൽ നല്ല ബുദ്ധിയുള്ള കുട്ടികളുണ്ടാവും, ബുദ്ധി കുറവുള്ള കുട്ടികളുണ്ടാവും. അവരൊക്കെ ഒപ്പം പഠിപ്പിച്ച് ഒരേ രൂപത്തിൽ കൊണ്ടുപോകാൻ ചിലപ്പോൾ അവർക്ക് കുറച്ച് സമയം കൂടുതൽ കൊടുക്കേണ്ടി വരും. പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ കുറഞ്ഞ സമയം കൊടുത്താൽ മതിയാവും. അങ്ങനെയൊക്കെയുള്ള സ്ട്രാറ്റജി ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ അവരെ നമ്മിലേക്ക് അടുപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ ഓലപ്പം കൂടിയിട്ട് ഓല പോലെ ആവുമല്ല വേണ്ടത്. അല്ല അത് വേണം. ഞാനത് ആ ഭാഷ അല്ല പറയുന്നത്. ആ വെറുപ്പ് കാണിക്കൽ എന്താണ്? ആ വെറുപ്പ് കാണിക്കൽ അവനെ പരിഗണിക്കലാണ് എന്ന്. അത് നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹറാമായ സാഹചര്യത്തിൽ ഒരു അന്യ സ്ത്രീയും നമ്മളും ഉള്ള സമയത്ത് ദേഷ്യപ്പെട്ട് കോപപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ ദേഷ്യപ്പെടുക എന്നുള്ളത്, ദേഷ്യപ്പെടുക എന്നുള്ള ഭാഗത്തു കൂടെ നോക്കുമ്പോൾ അതൊരു മോശമാണ്. പക്ഷെ അവിടെ ദേഷ്യപ്പെടൽ വേണം എന്നുള്ളതാണ്, നിർബന്ധമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് നന്മകളാണ് ഉള്ളത്. അതുകൊണ്ട് നന്മകൾ അതെ അവിടെ ഇപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് നല്ലത് ചെയ്യൽ മോശമായിരിക്കും. വലിയ തെറ്റുകൾ സംഭവിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച പോയി അല്ലേ. വൽ ഖായിലീന ലി ഇഖ്വാനിഹിം ഹലുമ്മ ഇലൈന ഐ ഇഅ്തൂ ഇലൈന. അവിടെ മറ്റോടത്ത് അഹ്ലിറൂഹും എന്നുള്ളത് മുതഅദ്ദിയാണ്. മുതഅദ്ദി എന്ന് പറഞ്ഞാൽ മഫൂലിലേക്ക് വിട്ട് കിടക്കുന്നതാണ്. ഇവിടെ ലാസിമാണ്, വരൂന്നാണ്. മറ്റോടത്ത് കൊണ്ടുവരൂന്നാണ്. അപ്പോൾ ഞങ്ങളിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ ലാസിമാണ്. അപ്പോൾ രണ്ട് നിലക്കും ഫഉലിമ മനസ്സിലാക്കപ്പെട്ടു, അന്നഹ ഈ ഹലുമ്മ എന്ന പദം തുസ്തഅമലു അത് ഉപയോഗിക്കപ്പെടും, ലാസിമത്തൻ ലാസിമായിട്ടും ഉപയോഗിക്കപ്പെടും, വ മുതഅദ്ദിയത്തൻ മുതഅദ്ദിയായിട്ടും ഉപയോഗിക്കപ്പെടും എന്ന് അറിയപ്പെട്ടു. ലാസിമായിട്ട് ഉപയോഗിക്കും, മുതഅദ്ദിയായിട്ട് ഉപയോഗിക്കും. ഹലുമ്മ ശുഹദാഅക്കും എന്നുള്ളത് ലാസിം മുതഅദ്ദിയാണ്.
ഹലുമ്മു ഇലൈന, ഹലുമ്മ ഇലൈന എന്നുള്ളത് ലാസിമാണ്. വസാനി വസാലിസു, രണ്ടാമത്തെയും മൂന്നാമത്തെയും പദം ഹാത്തി വ തആൽ, ഹാത്തി എന്നും തആൽ എന്നുമാണ്. ഫഹുമ, അവ രണ്ടും ഫിഇല അംറിൻ, അംറ് ഫിഇലാണ്, ഫിൽ അസഹി, അസഹായ അഭിപ്രായ പ്രകാരം, അസഹായ അഭിപ്രായ പ്രകാരം അവ രണ്ടും എന്താണ്? അംറ് ഫീലാണ്, പ്രബല അഭിപ്രായ പ്രകാരം. എന്താ അതുകൊണ്ട് പറയാൻ കാരണം? ലി ദലാലത്തിഹിമ, ഈ ഹാത്തി എന്നതും തആൽ എന്നതും അറിയിക്കുന്നുണ്ട് അല ത്വലബി, ത്വലബിൻ്റെ മേൽ, ഒരു തേട്ടത്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. അംറിൻ്റെ പ്രത്യേകതയിൽ ഒന്നാണ് തേട്ടത്തിൻ്റെ മേൽ അറിയിക്കുക എന്നുള്ളത്, അത് അറിയിക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ പ്രത്യേകത വ ഖബൂലിഹിമ യാ അൽ മുഖാത്താബത്തി, മുഖാത്താബത്തിൻ്റെ യാഇനെ അവ രണ്ടും സ്വീകരിക്കുന്നുണ്ട്. ഏതുപോലെ കഹാത്തി വ തആലി, ഇവിടെ വരൂ, കൊണ്ടുവരൂ എന്നൊക്കെ അർത്ഥം. ഓക്കെ, തലബും യാവും വരുന്നുണ്ട്, അതുകൊണ്ട് അത് അംറ് ഫീലാണ് എന്നാണ് അസഹായ അഭിപ്രായം. പക്ഷേ വഹുമ ഇൻദ ജമാഅത്തിൻ, ഒരു വിഭാഗം ആളുകളുടെ അടുക്കൽ അവ രണ്ടും എങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകളാണ്? മിൻഹുമു സമഖ്ശരിയു, സമഖ്ശരി ഇമാമ് അവരിൽപ്പെട്ടവരാ. സമഖ്ശരി ഇമാം വലിയ പണ്ഡിതനാണ്, അദ്ദേഹം ആ വിഭാഗം അഭിപ്രായക്കാരുടെ കൂടെയാണ്. അവരുടെ അടുക്കൽ എന്താണ്? ഇസ്മാ ഫിഇലിൻ, അവ രണ്ടും ഇസ്മ ഫീലാണ്, രണ്ടും ഇസ്മ, അവ രണ്ടും എന്താണ്? ഇസ്മ ഫീലാണ്. ക്ലിയർ അല്ലേ? അൽ ഫിഇലുൽ മുളാരി, മുളാരി ആയ ഫിഇൽ. വായിക്കും. വൽ ഖിസ്മു സാലിസു, മൂന്നാമത്തെ ഖിസ്മ് ഫിഇലുൻ മുളാരിഉൻ, മുളാരിയായ ഫിഇലാണ്, മുളാരിയായ ഫിഇലാണ്. അപ്പോൾ ഒന്ന് മാലി, രണ്ട് അംറ്, മൂന്ന് മുളാരി. ശരിക്കും മാലി കഴിഞ്ഞാൽ മുളാരിയ പറയേണ്ടത്, പിന്നെയാണ് അംറ് പറയേണ്ടത്. പക്ഷെ ഇവിടെ മുളാരി മൂന്നാമത് പറയാൻ കാരണം മുളാരി കുറച്ച് കൂടുതൽ പറയാനുണ്ട്. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ മുളാരി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് ഒരു മടുപ്പ് വരണ്ട വെച്ചിട്ട് എന്ത് ചെയ്താണ്. യുറഫു, മുളാരിയായ ഫീല് മനസ്സിലാക്കപ്പെടും, അറിയപ്പെടും. ബിലം, ലമ്മ് കൊണ്ട് അറിയപ്പെടും. ലമ്മ് കൊണ്ട് അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ ഐ ബി ദുഖൂലിഹ അലൈഹി, ലമ്മ് മുളാരിയായ ഫീലിൻ്റെ മേൽ പ്രവേശിക്കും, മുളാരിയായ ഫീലിൻ്റെ മേൽ ലമ്മ് പ്രവേശിക്കും. മാലിൻ്റെ മേൽ പ്രവേശിക്കൂല, അംറിൻ്റെ മേൽ പ്രവേശിക്കൂല. അതുപോലെ നഹി, അതുപോലെ ഇസ്മ്, ഹർഫ് ഇവകളുടെ മേലൊന്നും പ്രവേശിക്കൂല. അപ്പോൾ മുളാരിയെ തിരിച്ചറിയാൻ എന്താണ്? മാലി, ലമ്മ് പ്രവേശിക്കും. ലമ്മ് പറഞ്ഞാൽ എപ്പോഴും ലമ്മ് ഉണ്ടാവുക എന്നല്ല, ലമ്മ് അതിൻ്റെ മേൽ എന്ത് ചെയ്യും? പ്രവേശിക്കും. നെഹ്വു ഇതുപോലെ നെഹ്വു ലം യലിദ് വലം യൂലദ്, ലം യലിദ് വലം യൂലദ്. വലാ ബുദ്ധ, വലദ യലിദു എന്നാണ് മുളാരി, വലദ യലിദു. ആ വാവ് ശരിക്കും യൗലിദു എന്ന് പറയണം, യൗലിദു എന്ന് പറയണം. അവിടെ ഈ ഫാ ഫിഇല് മുഅത്തല്ലായ ഒരു പദമാണിത്. ഫാ ഫീല് തുടക്കം ഉള്ള അക്ഷരമാണല്ലോ ഫാ ഫീല്. ഫാ ഫീല് മുഅത്തല്ലായ ഒരു പദമാണിത്. ഫാ ഫീല് മുഅത്തല്ലായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് മുളാറഅത്തിൻ്റെയും കസ്റത്തിൻ്റെയും ഇടയിൽ മുളാറത്തിൻ്റെ അക്ഷരം, ഇപ്പോൾ യ മുളാറത്തിൻ്റെ അക്ഷരമാണ്,
പിന്നെ ഐൻഫീല് കെസറാണ് വരുന്നത്. ലീ എന്നല്ലേ, ലീ വലത. ആ, അതിൻ്റെയും ഇടയിൽ വാവ് വന്നാൽ വാവിനെ കളയണം എന്ന് നിയമമാണ്. വലത യലിദു, വസന യസിനു. അങ്ങനെ ഒരു നിയമമാണ്. യാ കളയില്ല, വാവ് മാത്രം. യസറ യൈസിറു എന്ന് പറയാം. യസറ യൈസിറു. ഇവിടെ വാവിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് മുലാറഅത്തിൻ്റെ ലെറ്ററിൻ്റെയും ഐന് കെസറാക്കപ്പെട്ട ഐന് ഫീലിൻ്റെയും ഇടയിൽ വന്ന് ഫതഹാക്കപ്പെട്ടത് വന്ന മടങ്ങി വരും. കണ്ടോ, യൂലത് എന്നുള്ളിടത്ത് മടങ്ങി വന്നല്ലോ. യൂലത് നോക്ക്, മജ്ഹൂലായപ്പോൾ ഐൻ ഫീലിനിക്ക് ഫതഹായപ്പോൾ വാവ് മടങ്ങി വന്നു. അപ്പോൾ വസന യസിനു, വുസിന യൂസനു, അങ്ങനെ വരും. ക്ലിയർ അല്ലേ? നമ്മാണെങ്കിലും കളയില്ല, നമ്മാണെങ്കിലും കളയില്ല. പിന്നെ വലാ ബുദ്ദ അൻ യകൂന ഇഫ്തിതാഹുഹു ബിഹർഫിൻ മിൻ ഹുറൂഫിൽ മുളാറഅത്തിൽ അർബഅത്തി അല്ലതി യജ്മഉഹാ ഖൗലുക നഅയ്തു. വലാ ബുദ്ദ, അത്യാവശ്യമാണ്. അവിടെ വാവ് മടങ്ങി വന്നു. മാവ് മടങ്ങി വന്നതിന് ഉദാഹരണമല്ല അത്. അവിടെ ലം യലിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്തല്ല, വാപ്പയല്ല എന്നാണ് അർത്ഥം. ലം യലിദ് പറഞ്ഞാൽ അള്ളാഹു ആർക്കും ജന്മം നൽകിയിട്ടില്ല. വലം യൂലിദ്, അള്ളാഹു ജന്മം നൽകപ്പെട്ടവനുമല്ല. അള്ളാഹിൻ്റെ മകനാണ് യേശു എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ കുറേ ആണ്. അപ്പോൾ അത് അവർക്കുള്ളൊരു മറുപടിയാണത്. മകനായി കഴിഞ്ഞാൽ പിന്നെ വാപ്പ ഉണ്ടെങ്കിലേ മകനുണ്ടാവുള്ളൂ. അപ്പോൾ മകനില്ലാത്ത സമയത്ത് ദൈവമല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ ദൈവമില്ലാത്തൊരവസ്ഥ ഉണ്ടാവും. ദൈവമില്ലാത്ത അവസ്ഥ എങ്ങനെ ഉണ്ടാകുക? പിന്നെ വലാ ബുദ്ധ, അത്യാവശ്യമാണ്. അയ്യകൂന ഇഫ്തിതാഹുഹു, മുളാരിയായ ഫിഅല് ആരംഭിക്കൽ, ബിഹർഫിൻ, ഒരക്ഷരം കൊണ്ട് ആരംഭിക്കണം. മിൻ ഹുറൂഫിൽ മുളാറഅത്തിൽ അർബഅ, മുളാറഅത്തിൻ്റെ 4 അക്ഷരങ്ങളിൽ നിന്നും ഒരക്ഷരം കൊണ്ട് ആരംഭിച്ചേ പറ്റൂ. അല്ലത്തി, എങ്ങനെയുള്ള 4 അക്ഷരങ്ങളാണ്? യജ്മഉഹാ ഖൗലുക, നിന്റെ വാക്ക് അതിനെ ഒരുമിച്ച് കൂട്ടും. നഅയ്തു, നഅയ്തു എന്നുള്ളതിലെ വാക്ക്, നൂന്, ഹംസ, യാ, താ. ഈ 4 അക്ഷരങ്ങളിൽ ഒരക്ഷരം കൊണ്ട് മുളാരിയായ ഫീല് ആരംഭിച്ചേ തുടങ്ങിയേ പറ്റൂ. ഇതുകൊണ്ട് തുടങ്ങാത്ത, ഈ 4 അക്ഷരങ്ങളിൽ നിന്നും ഒരക്ഷരം കൊണ്ട് തുടങ്ങാത്ത മുളാരിയായ ഫീൽ ഉണ്ടാവില്ല. എന്താ നഅയ്തു എന്ന് പറഞ്ഞ അർത്ഥം? അതെ അതെ, അതെ അതന്നെ. പക്ഷെ അതിനകത്ത് എല്ലാ വിഷയത്തിലും പറയില്ല കേട്ടോ. സ്വഹീഹ്, മഹ്മൂസ്, മിസാൽ, അജ്വഫ് അതൊന്നും പറയില്ല ഇവിടെ. അപ്പോൾ അത് അത് സർഫിൻ്റെ വിഷയം വല്ലാണ്ട് പറയില്ല. ഇങ്ങനത്തെ പൊതുവായ വിഷയം പറയും. ഐ ബഅുത്തു, നഅയ്തു എന്ന് പറഞ്ഞാൽ ബഅുത്തു, ഞാൻ ദൂരത്തായി എന്നാണ് അതിൻ്റെ അർത്ഥം, വാക്കർത്ഥം. ഞാൻ ദൂരത്തായി. അപ്പോൾ ഇവിടെ ന്യൂൻ എന്തിനാണ്? ഫൻ ന്യൂനു. അപ്പോൾ ന്യൂന് ലിൽ മുത്തക്കല്ലിമി, മുത്തക്കല്ലിമിനിക്കാണ്, സംസാരിക്കുന്ന വ്യക്തിക്കാണ്. ഇദാ കാന മഅഹു വൈറുഹു, അവൻ്റെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടാവുകയാണെങ്കിൽ. ഞങ്ങൾ എന്നല്ലേ പറയാം. അപ്പോൾ മുത്തക്കല്ലിം, സംസാരിക്കുന്ന വ്യക്തി ഒരാൾ ഒറ്റക്കല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ, വേറെ 10 ആളുണ്ടെങ്കിലോ, അപ്പോൾ ഒരാളുണ്ടല്ലോ.
10 ആൾ കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ ഒരാൾ ഉണ്ടായിക്കൊള്ളണം. അവരൊക്കെ പറയേണ്ടതാണ്. അല്ലെങ്കിൽ മുഅല്ലിമൻ ലിനഫ്സിഹി, അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിനെ ആദരിച്ചുകൊണ്ട് പറയാം, ബഹുമാനിച്ചുകൊണ്ട് പറയാം. നാം, അള്ളാഹു പറയണ പോലെ. അള്ളാഹു പറയണ അങ്ങനെയാണല്ലോ, നാം എന്നാണ്. അള്ളാഹു കുറേ ആളുകൾ ഉണ്ടായിട്ടല്ലല്ലോ. ഇന്നാ നഹ്നു നുഹീ എന്നാ പറയാം അള്ളാഹ്. ഇന്നാ നഹ്നു നുഹീ, നാം ജീവിപ്പിക്കുന്നതാണ്, ഞങ്ങൾ ജീവിപ്പിക്കുന്നതാണ്. അള്ളാഹു താല കുറേ ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളമല്ലത്. അത് ഒരു സ്വന്തം ശരീരത്തിനെ ആദരവ് കൊടുക്കുന്ന അവസ്ഥയിലും കൂടി പറയും. അപ്പോൾ നോക്കണേ. ആ ഫന്നൂനു ലിൽ മുത്തക്കല്ലിമി ഇദാ കാന മഅഹു ഗൈറുഹു ഔ മുഅല്ലിമൻ ലിനഫ്സിഹി, അല്ലെങ്കിൽ അവൻ്റെ സ്വന്തം ശരീരത്തിനെ ആദരിക്കുന്ന അവസ്ഥയിൽ. നെഹു കൗലിക്ക്, അതിൻ്റെ വാക്ക് പോലെ. നഖൂമു എന്ന് പറയുന്ന പോലെ. നഖൂമു, അവിടെ നഖൂമു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിൽക്കും എന്നാണ്. അത് മുത്തകല്ലിം ഒരാളല്ല, ഒരാളുടെ കൂടെ പലരുണ്ട്. മറ്റോടത്ത കൗലിഹി താല, ഇത് മുഅല്ലിമൻ നഫ്സിക്കുതാണ് കേട്ടോ. ഇന്നാ നഹ്നു നുഹ്യി വനുമീത്, തീർച്ചയായും നാം ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എന്തുണ്ട്? നാം എന്നുള്ള അർത്ഥമാണ്. അള്ളാഹു ബഹുമാനിച്ച്. ആ നഹ്നു എന്നുള്ളത് വേറെ, അത് വേറെ, അതിനെ കുറിച്ചല്ല, നമ്മൾ മുദാരിനെ കുറിച്ചാണ് പറഞ്ഞത്. നുഹി, അഹ്യ യുഹി, അതിൽ നൂ എന്നല്ലേ തുടങ്ങുന്നത്, നൂന് കൊണ്ടല്ലേ തുടങ്ങുന്നത്, മുദാരിയാണ് അത്. അത് അവിടെ ഞങ്ങൾ തീർച്ചയായും നാം എന്നാണ് അർത്ഥം വെക്കേണ്ടത്. നാം ജീവിപ്പിക്കുകയും നാം മരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം നൂൻ എന്തിനൊക്കെയുള്ളതാണ്? നൂന് മുത്തക്കല്ലിമിനിക്കുള്ളതാണ്. മുത്തക്കല്ലിമിൻ്റെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായാൽ. വൽ ഹംസത്തു, ഹംസ ലഹു, അതും മുത്തക്കല്ലിമിനിക്കാണ്. ഹംസത്തു ലഹു, അതും മുത്തക്കല്ലിമിനാണ്. പക്ഷെ എപ്പോൾ? ഇതാക്കാന വഹദഹു, ഒറ്റക്കാവുമ്പോൾ. മുത്തക്കല്ലിം ഒറ്റക്കാവുമ്പോൾ ഉപയോഗിക്കണത് പോലെ അക്കൂമു, അക്കൂമു പോലെ, ഞാൻ നിൽക്കും. വൽ യാ ഉ, യാ, അത് ലിൽ ഗായിബിൽ മുദക്കർ, ഗായിബ് മുദക്കറിനാണ്, മറഞ്ഞു കിടക്കുന്ന തേർഡ് പേഴ്സണായ മുദക്കറിനുള്ളതാണ്. മുത്തലക്കൻ, നിരുപാധികം, അത് ഒരാളാവാം, രണ്ടാളാവാം, മൂന്നാളാവാം. യഫ്അലു, യഫ്അലാനി, യഫ്അലൂന, ആണുങ്ങൾക്കാണല്ലോ പറയാം. ആ യഫ്അലു, യഫ്അലൂന ഒരാളല്ലേ ഉള്ളൂ. ആ മറിഞ്ഞേക്കുന്ന. യഫ്അലാനി 2 പേർ, യഫ്അലൂന 3 പേർ, കുറേ പേർ. അതുപോലെ വൽ ഗായിബാത്തി, ഗായിബാത്തിനുള്ളതാണ്. ഗായിബാത്ത് പറഞ്ഞാൽ മറിഞ്ഞു കിടക്കണ കുറേ പെണ്ണുങ്ങൾക്ക്. അപ്പം 4 സ്ഥലത്ത് യാ വരും, 4 സ്ഥലത്ത് യാ. ഒന്ന് മുദക്കറിന്റെ 3 എണ്ണം, പിന്നെ മുഅന്നസിന്റെ ഗായിബിൽ 1. ഉദാഹരണം നോക്ക്. നെഹു ഇതുപോലെ സൈദുൻ യഖൂമു, വസ്സൈദാനി യഖൂമാനി, വസ്സൈദൂന യഖൂമൂന, വൽ ഹിന്ദാത്തു യഖുംന. ഹിന്ദാത്തു കുറേ പെണ്ണുങ്ങളുണ്ട്. ഹിന്ദാത്തു യഖുംന. ബാക്കിയുള്ളതൊക്കെ താ ആണ്. ബാക്കിയുള്ളതൊക്കെ താ. പെട്ടെണ്ണം താ വരും. ഏത്? വൈബാത്തായ അതെ, അത് യാവ് വരുന്നത്. നമ്മളിപ്പോൾ നൂനും പറഞ്ഞു, അലിഫും പറഞ്ഞു, യാവും പറഞ്ഞു. ഇനി ബാക്കി ഒഴിവായി കിടക്കുന്നതെല്ലാം അവിടെ താ ആണ് വരിക. നോക്കുക. വത്താവു താഇലിൽ മുഖാത്തബി മുത്തലക്കൻ, മുഖാത്തബിനിക്കുള്ളതാണ്. മുഖാത്തബ് എന്ന് പറഞ്ഞാൽ അത് ആണാവാം, പെണ്ണാവാം, ഏകവചനാവാം, ബഹുവചനാവാം, ദ്വിവചനമാകാം, ബഹുവചനമാകാം. അപ്പം തന്നെ 6 മുദക്കർ ആണാവാം, പെണ്ണാവാം. അപ്പോൾ ഏകവചനം, ബഹുവചനം, ദ്വിവചനം, അങ്ങനെ ഒന്നും. പിന്നെ അതുപോലെ വലിൽ ഗായിബത്തി വലിൽ ഗായിബത്തൈനി, മറഞ്ഞു കിടക്കുന്ന ഒരു പെണ്ണ്, അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന 2 പെണ്ണുങ്ങൾ, 2 സ്ത്രീകൾ. കുറേ സ്ത്രീകൾക്ക് യാ ആണ് വരിക. മറഞ്ഞു കിടക്കുന്ന ഒരു സ്ത്രീക്കും
മറഞ്ഞു കിടക്കുന്ന രണ്ട് സ്ത്രീക്കും ഏതാണ് വരിക? യ ത ആണ് വരിക. നഹ്വ് ഇതുപോലെ അൻത തഖൂമു, അൻതുമാ തഖൂമാനി, അൻതും തഖൂമൂന, അൻതി തഖൂമീന, അൻതുമാ തഖൂമാനി, അൻതുന്ന തഖുംന. അത് മുഖാത്തബ്, മൊത്തം മുഖാത്തബാണത് പറഞ്ഞത്. ഇനി ഹിന്ദുൻ തഖൂമു, ഹിന്ദുൻ തഖൂമു, വൽ ഹിന്ദാനി തഖൂമാനി, വൽ ഹിന്ദാനി തഖൂമാനി. അപ്പോൾ ഓക്കെ, ഏത് ഈ നാലക്ഷരത്തിൻ്റെതും പറഞ്ഞു അല്ലേ? എയ്ത്തു എന്നുള്ളതിൻ്റെ 4 അക്ഷരത്തിൻ്റെയും പറഞ്ഞു. ഇനി പുറത്തുനിന്നൊന്നുമില്ലല്ലോ, ഇത് വരാത്ത ആ 14 ഫോം വരാത്തതിനില്ല. 14 ഫോമിലും ഒന്നിരിക്കുക 4 അക്ഷരങ്ങൾ ഏതോ ഒന്ന് വരുന്നുണ്ട്. പിന്നെ മുലാരി, അതാണ്ടാ പറഞ്ഞത്, മുലാരിയായ ഫീലാണോ ഈ പറയപ്പെട്ട 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് തുടങ്ങിയേ പറ്റും. ക്ലിയർ അല്ലേ? ഒന്ന് നോക്കി, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം.